says under the greatest adversity that there exists the greatest potential for doing good, both for oneself and others. Living up to this code is our esteemed chief guest, Mr. V.R. Vinod IAS, the District Collector of Malappuram. With great pleasure, I reverently invite our chief guest onto the stage. With due respect, I also invite our principal, Sister Jasmine Thomas, to join us on stage to do the honors to our chief guest. His Excellency Archbishop Reverend Dr. Varghese Chakalekal, Principal Sister Jasmine Thomas, Headmistress Christina, Headmistress Princey Jose, Additional District Magistrate Mehrali, Kunyamoidum, Dr. Prasina, Miss Amrita Sandosh, Tamanna, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട്. ഗോൾഡൻ ജൂബിലി എത്തിച്ചേർന്ന പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പല മേഖലകളിലും ഉന്നത വിജയം കാഴ്ചവെച്ചിട്ടുണ്ട്. അക്കാഡമിക് മേഖലകളിൽ മാത്രമല്ല, പല കോകരിക്കുലർ ആക്ടിവിറ്റീസ് പല മേഖലകളിലും അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും കഴിഞ്ഞ 50 വർഷം കൊണ്ട് പെരിന്തൽമണ്ണയിലെ ഒരുപാട് മെച്ചപ്പെട്ട വ്യക്തികളെ വാർത്തെടുക്കുന്നതിനും ഈ സ്കൂളിന് സാധിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച അധ്യാപകരെയും മാനേജ്മെൻറ്റിനെയും ഒക്കെ അഭിനന്ദിക്കുന്നതിന് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. തീർച്ചയായിട്ടും വിദ്യാലയങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അക്കാഡമിക് എക്സലൻസിനോടൊപ്പം തന്നെ മറ്റ് പല ക്വാളിറ്റികളും തീർച്ചയായും ഇംബൈബ് ചെയ്യേണ്ടത് വിദ്യാർത്ഥികളായിരിക്കുന്ന കാലഘട്ടത്താണ്. സിമ്പതി, കമ്പാഷൻ, ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, സ്നേഹം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതോടൊപ്പം ലൈഫ് ലോങ് ലേണിങ്ങിനോടുള്ള താല്പര്യമുണ്ടാക്കുകയും വായനയോടും സ്പോർട്സിനോടും കൾച്ചറിനോടും ആർട്സിനോടും എല്ലാം ഉള്ള താല്പര്യമുണ്ടാക്കുന്ന കാലഘട്ടം സ്കൂൾ കാലഘട്ടമാണ്. സ്കൂൾ കാലഘട്ടത്തിലുണ്ടാകുന്ന എനർജിയാണ് ജീവിതകാലം മുഴുക്കെ നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടത്. ഒരു മെച്ചപ്പെട്ട പ്ലാറ്റ്ഫോം സ്കൂൾ കാലഘട്ടത്തിലാണ് രൂപീകൃതമാകുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ പല മത്സരങ്ങളിലും പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഊർജം ജീവിതത്തിൽ മറ്റെല്ലാ മേഖലകളിലും ക്രൈസിസ് അഭിമുഖീകരിക്കുന്നതിനും നമ്മളെ പര്യാപ്തരാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ മറ്റെവിടെ എത്തിച്ചേർന്നാലും ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നതിന് അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നതിന് തീർച്ചയായിട്ടും കഴിയുമെന്നുള്ള ധൈര്യം സ്കൂൾ കാലഘട്ടങ്ങളിലാണ് കിട്ടുന്നത്. പഠനത്തിൽ മുമ്പോട്ട് നിന്ന ഒരുപാട് പേര് ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് പഠനം ആസ്വാദ്യകരമാക്കുക, എങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും, ഒരു വലിയ ശ്രമകരമല്ലാത്ത രീതിയിൽ അതിനെ മനസ്സിലാക്കുകയും അതിനുവേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയും കുട്ടികളിൽ വളർത്താൻ അധ്യാപകർക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈഫ് ലോങ് ലേണിങ്ങിനുള്ള കപ്പാസിറ്റി അവരുണ്ടാകുകയും മെച്ചപ്പെട്ട വ്യക്തികളായി തീരാനും തീർച്ചയായിട്ടും സാധിക്കും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് 30-40 പേരുള്ള ഒരു ക്ലാസ്സിൽ പല മേഖലകളിലും മുമ്പോട്ട് വരുന്നത് 5-10 പേരായിരിക്കുക. എന്തുകൊണ്ടാണ് ഏകദേശം എല്ലാവർക്കും ഒരേ മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് 5-10 കുട്ടികൾ മാത്രം ജീവിതത്തിൻ്റെ പല മേഖലകളിൽ സക്സസ്ഫുൾ ആകുന്നതും മറ്റുള്ള 10-20 പേർക്ക് അത്രയധികം സക്സസ്ഫുൾ ആകാൻ സാധിക്കാത്തതെന്നും അധ്യാപകരും ആലോചിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ആരംഭഘട്ടത്തിൽ കിട്ടിയ പ്രോത്സാഹനം, നീ വളരെ മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ മറ്റു കുട്ടികൾ നിന്നെ നോക്കി പഠിക്കണം, ഈ കുട്ടി മാതൃകയാണ് എന്ന് കിട്ടുമ്പോൾ ആ കുട്ടി വിചാരിക്കും, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ, എൻ്റെ മാതാപിതാക്കളോട്, സമൂഹത്തോട്, സഹപാഠികളുടെ മുമ്പിൽ മെച്ചപ്പെട്ട രീതിയിൽ കാണിക്കണം, ഞാനൊരു മെച്ചപ്പെട്ട വ്യക്തിയാകണം. അതേസമയം
മറ്റുള്ള 10-20 പേർക്ക് എന്തുകൊണ്ട് അതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല? അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ഉത്തരവാദിത്തമാണ് ഓരോ കുട്ടിയുടെ കഴിവുള്ള മേഖലകൾ എവിടെയാണ് എന്ന് കണ്ടെത്തുക. നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന 40 കുട്ടികളുണ്ടെങ്കിൽ 40 കുട്ടികളും അവരവരുടേതായ കഴിവുകളുള്ളവരാണ്. നിർഭാഗ്യവശാൽ നമ്മളൊരു പക്ഷേ കുറച്ച് പേരുടെ കഴിവുകൾ മാത്രമേ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. അവസരങ്ങൾ കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, പല മേഖലകളിലും പല പ്രദേശത്തു നിന്നും നോക്കുമ്പോൾ അവസരങ്ങൾ കിട്ടുമ്പോൾ അവർ ആ മേഖലയിൽ ഉന്നതമായ വിജയങ്ങൾ കൈവരിച്ചു. അക്കാഡമിക് മേഖലയിൽ ഒരു പക്ഷേ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് ഒരു പക്ഷേ സ്പോർട്സിലോ കൾച്ചറൽ ആക്ടിവിറ്റീസിലോ ആർട്സിലോ അങ്ങനെയുള്ള പല മേഖലകളിലും എക്സൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ ആ കുട്ടിക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യും. ആ കുട്ടിയുടെ താല്പര്യം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അക്കാഡമിക് എക്സലൻസ് മാത്രം നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ കഴിവുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്താൻ, പ്രതിഭാധനരായവരെ കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നുണ്ടോ? നമ്മളൊരു വലിയ രാജ്യമാണെങ്കിലും സ്പോർട്സിലും മറ്റു പല മേഖലകളിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനവും ആ പ്രദേശമൊക്കെ ആണെങ്കിലും അഖിലേന്ത്യാ തലത്തിലുള്ള മത്സര പരീക്ഷയിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതേസമയം അത്രയധികം എക്കണോമിക് ഡെവലപ്മെൻറ്റോ സോഷ്യൽ ഡെവലപ്മെൻറ്റോ ഇല്ലാത്ത പ്രദേശത്ത് നിന്നുള്ളവർ എന്തുകൊണ്ട് നമ്മളെക്കാളും മുമ്പോട്ട് പോകുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക്, ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാം വലിയ പ്രതീക്ഷയാണ്. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് കണ്ടത്, ഡ്രീം ചെയ്തതിനേക്കാളധികം മുമ്പിലേക്ക് ടെക്നോളജി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡ്രീം ചെയ്തിട്ടും എത്തിച്ചേരാൻ പറ്റാത്ത കാര്യങ്ങളും എത്തിക്കാൻ പുതിയ തലമുറ, ഇന്നത്തെ വിദ്യാർത്ഥികളെ, കുട്ടികൾക്ക് സാധിക്കും. അപ്പോൾ അതിന് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, ചിന്തിക്കുന്നതിന്, ബൗണ്ടറി ഇല്ലാതെ ചിന്തിക്കുന്നതിന്, ഇമാജിൻ ചെയ്യുന്നതിന്, സ്വപ്നം കാണുന്നതിനും ഒക്കെ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായാൽ, ചോദ്യം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായാൽ, സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കണം. പക്ഷേ സിലബസിൽ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ വന്നു, അതിന് പുറകിലുള്ളൊരു തോട്ട് പ്രോസസ്സുണ്ട്. സിലബസിൽ എന്ത് കാര്യം പഠിക്കണം, സിലബസിന് പുറത്തുള്ള കാര്യങ്ങൾ പഠിക്കണം, പുസ്തകങ്ങൾ വായിക്കാനുള്ള, താല്പര്യമുള്ള പുസ്തകങ്ങൾ വായിക്കാനും, താല്പര്യമുള്ള പുസ്തകങ്ങൾ കണ്ടുപിടിക്കാനും, അതിന് എഫേർട്ട് എടുക്കാനും, ടെക്നോളജി മനസ്സിലാക്കാനും ഒക്കെയുള്ള താല്പര്യം കുട്ടികളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ക്യൂരിയോസിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ, കേവലം നമ്മൾ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുകയല്ല, അതിൻ്റെ പുറകിലുള്ള താല്പര്യം എന്താണ്? ഈ യൂണിവേഴ്സിൻ്റെ വികസനത്തിനെപ്പറ്റി ബിഫോർ ക്രൈസ്റ്റ് തന്നെ 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ക്രിസ്തുവിൻ്റെ 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള സമൂഹങ്ങളും വളരെ ക്യൂരിയോസിറ്റിയോടെ നോക്കുകയും അന്ന് കണ്ടുപിടിച്ചതിൽ നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടായിട്ടും വലുതായിട്ടൊന്നും വലിയ മാറ്റങ്ങളൊന്നും ആക്യുറസിയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് നോക്കുമ്പോൾ മനുഷ്യൻ്റെ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിന് വലിയൊരു പ്രാധാന്യമാണ്. കുട്ടികളിൽ സിമ്പതിയും കമ്പാഷനും ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് വളരെയധികം പ്രാധാന്യമാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സ്നേഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കുട്ടികളായിരിക്കുമ്പോഴാണ് കാണുന്നത്. നമ്മളോടൊപ്പം നിൽക്കാൻ പറ്റാത്തവരുണ്ടാവാം ഓരോ ക്ലാസ്സിലും. സാമൂഹികമായ പ്രശ്നങ്ങൾ കൊണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട്, പല കാര്യങ്ങൾ കൊണ്ടും ഉണ്ടാകാം. ആ കുട്ടികളെ നമ്മളോടുകൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോഴാണ് ശരിയായ വിദ്യാർത്ഥി ആകാൻ കഴിയുന്നത്. ഒരുപക്ഷെ വീൽ ചെയറിലിരിക്കുന്ന കുട്ടിയെ കൂടെ നിങ്ങളുടെ ഫുട്ബോൾ കളിക്കുമ്പോൾ എങ്ങനെ ഉൾപ്പെടുത്താം? അതിന് ചിലപ്പോൾ ഗെയിമിൻ്റെ റൂളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അങ്ങനെ ഒരു ഇൻക്ലൂസീവിൽ വരുമ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം വളരെ വിപുലമാകുന്നത്. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഗ്ലോബൽ വാർമിംഗ്, നമ്മൾ വയനാട് ദുരന്തത്തിനെ പറ്റി ആലോചിച്ചു.
നിങ്ങളെപ്പോലെ കുട്ടികൾ സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ നമുക്ക് മുണ്ടേരി ഫാമിലി ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ ശവശരീരങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത് വളരെ വേദനയുള്ള കാര്യമായി. അവർ ഉറങ്ങാൻ കിടന്നതിനേക്കാൾ ഇത്രയും ദൂരെ. എന്തുകൊണ്ട് സംഭവിച്ചു? അതിന് നമ്മൾ കാരണക്കാരാണോ? ഗ്ലോബൽ വാർമിങ്ങിനെ ഫൈറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് എറാറ്റിക് റെയിൻഫോൾസ് ഉണ്ടാകുന്നു? അതിനെ ഫൈറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചിന്ത കുട്ടികളുടെ മനസ്സിലുണ്ടാകണം. ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ ഗവൺമെൻറ് നിരോധിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളുണ്ട്. ഈ പ്ലാസ്റ്റിക് കവർ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമാണ്. നമ്മളത് ഉപയോഗിക്കില്ല, ഗവൺമെൻറ് നിരോധിച്ച കാര്യങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പറയാൻ നമ്മുടെ സൊസൈറ്റിക്ക് ചെറിയൊരു മടിയുണ്ട്. സൊസൈറ്റിയുടെ ഒരു കൺവീനിയൻസും ഉണ്ടായിരിക്കും. പലപ്പോഴും പറയുമ്പോൾ ആലോചിക്കും, ഈ പ്ലാസ്റ്റിക് കവർ ഇല്ലെങ്കിൽ ഞങ്ങൾക്കിത് എങ്ങനെ വാങ്ങിക്കാൻ പറ്റും, ഇതെങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റും? പക്ഷേ മെച്ചപ്പെട്ട പൗരന്മാർ, നമ്മുടെ സമൂഹത്തിനോട് ബാധ്യതയുള്ളവർക്ക് സംബന്ധിച്ച് അത് ഉപേക്ഷിക്കുകയാണ് എൻ്റെ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗം. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ മാതാപിതാക്കളോട് പറയണം, ഗവൺമെൻറ് നിരോധിച്ച ഇത്തരം സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാൻ പാടില്ല. ഒരു പ്ലാസ്റ്റിക് കവർ ആകട്ടെ, അത് നമ്മൾ വലിച്ചെറിയുമ്പോൾ നമ്മുടെ ഓടകൾ ക്ലോഗ് ചെയ്യുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ ക്ലോഗ് ചെയ്തില്ലെങ്കിൽ അത് സമുദ്രത്തിലെത്തിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗ്രേറ്റ് പസഫിക് പാച്ച്, ഗാർബേജ് പാച്ച്. അറിഞ്ഞുകൂടാത്ത വിദ്യാർത്ഥികൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ, ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച്. നമ്മുടെ ഇപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലും മുലപ്പാലിലും വരെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ അപകടകരമായ അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന ഒരു പ്ലാസ്റ്റിക് കവർ എന്നുള്ള സിമ്പിൾ എക്സാമ്പിൾ നമ്മുടെ നിലനിൽപ്പിനെ ചാലഞ്ച് ചെയ്യുന്ന ഒരു വസ്തുവായി മാറുന്നില്ലേ? അത് നമ്മളെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന കാര്യങ്ങളില്ലേ? അതിനെ ചലഞ്ച് ചെയ്യുകയും എതിർക്കുകയും മുമ്പോട്ട് പോകേണ്ടതും ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. അതിന് ലീഡ് ചെയ്യാൻ അധ്യാപകർ, സ്വതന്ത്രമായി ചിന്തിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കാൻ അധ്യാപകർക്ക് കഴിയണം. പുതിയ പരീക്ഷാ രീതി, ഞങ്ങൾ എഴുതിയ പരീക്ഷാ രീതിയെക്കാളും ഞങ്ങളൊക്കെ പരീക്ഷ എഴുതുമ്പോൾ മെമ്മറൈസ് ചെയ്ത് എഴുതുന്ന കാര്യത്തിന് പ്രാധാന്യമുള്ള പരീക്ഷാ രീതി. പുതിയ പരീക്ഷാ രീതി വളരെയധികം സന്തോഷം കൊടുക്കുന്നതാണ്. ചിന്തിക്കാനും ആലോചിക്കാനും ഇമാജിനേഷനിൽ എഴുതാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ടെക്സ്റ്റിൻ്റെ പുറത്തു പോകാനും സിലബസിൻ്റെ പുറത്തു പോകാനും സിലബസിന് പുറത്തുള്ള പുസ്തകങ്ങൾ വായിക്കാനും പുസ്തകങ്ങൾ തേടിപ്പിടിക്കാനും അറിവിനെ ഇഷ്ടപ്പെടാനും അറിവ് നമ്മുടെ ഭാഗമാക്കാനും ലൈഫ് ലോങ് റീഡിങ്ങിനും ഉള്ള താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞു. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റിലുള്ളത് എഴുതുമ്പോഴാണ് വലിയ മാർക്ക് തരുന്നത്. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായി എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആലോചിക്കുന്നത്, ചില ടെക്സ്റ്റിന് പുറത്ത് എതിരഭിപ്രായം പറഞ്ഞപ്പോൾ പ്രോത്സാഹിപ്പിച്ച അധ്യാപകരുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും വിജയം ഉണ്ടായത്. ചില അധ്യാപകരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ, നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോയി പുസ്തകം എഴുതും. നീ പറയുന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ നിനക്ക് നിൻ്റെ അഭിപ്രായം ഓക്കെ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകാം. അങ്ങനെയുള്ള അധ്യാപകരെയാണ് ഞങ്ങൾ ഓർമ്മിക്കുന്നത്. അപ്പോൾ അധ്യാപകരാവുന്നവരോട് ഉള്ള എൻ്റെ ഒരു അഭ്യർത്ഥന, നമ്മുടെ മുമ്പിലുള്ള 40 കുട്ടികളിലും എന്തെങ്കിലും ഒരു കഴിവുണ്ട്, അക്കാഡമിക് അല്ലെങ്കിലും ആ കഴിവ് കണ്ടെത്താൻ ശ്രമിച്ചാൽ, അതിനുള്ള ശ്രമം ആണെങ്കിൽ നമ്മുടെ മെച്ചപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമുക്ക് വലിയൊരു കമ്മിറ്റ്മെൻറ്റാണ് ഈ സമൂഹത്തിനോടുള്ളത്. ഞങ്ങൾക്ക് ഈ തലമുറയ്ക്ക്, അടുത്ത തലമുറയോട് വളരെയധികം പ്രതീക്ഷകളാണുള്ളത്. ഈ പ്രതീക്ഷയ്ക്ക് വന്നില്ലെങ്കിൽ എത്ര കാലം നമ്മുടെ ഈ സിവിലൈസേഷൻ നിലനിൽക്കും എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു. ഇതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയണം. അതുകൊണ്ട് ലൈഫ് ലോങ് ലേണിങ്ങിനുള്ള താല്പര്യം, സിമ്പതി, കമ്പാഷൻ, ലൈഫിൽ വേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്, പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യവും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. സ്നേഹം, പരസ്പര വിശ്വാസം, സത്യസന്ധത, ഇൻറ്റഗ്രിറ്റി, ഹോണസ്റ്റി, ഇതിനൊന്നും പൈസയുടെ ചിലവില്ല, പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. ഇത്തരം കാര്യങ്ങളിലുള്ള താല്പര്യം കുട്ടികളിൽ ജനിപ്പിക്കാൻ കഴിഞ്ഞാൽ അത്
സ്കൂളിനെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചും വലിയ മുതൽക്കൂട്ടാകും. അതുകൊണ്ട് 50 വർഷത്തിലെത്തി നിൽക്കുന്ന പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന് മെച്ചപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരുപാട് വിദ്യാർത്ഥികളെ നിങ്ങൾ വാർത്തെടുത്തു. ഈ പല മേഖലകളിലും അറിയപ്പെടുന്നതും പല മേഖലകളിലും ഒരുപാട് വിജയം നേടുന്ന സയൻസ് ഫെസ്റ്റിൽ, സ്പോർട്സ് ഫെസ്റ്റിൽ, കരാട്ടയിൽ, അക്കാഡമിക് എക്സലൻസിൽ എത്തിച്ചേരാൻ സാധിച്ചു. ഇതിലുപരി കൂടുതൽ പേരെ വാർത്തെടുക്കാനും ഈ പ്രദേശത്തിൻ്റെയും ജില്ലയുടെയും വികസനത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനും ഈ നമ്മൾ എത്തിച്ചേർന്ന വിജയം നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊള്ളു. When a heart is rooted in God, its words become light for others. It is now time to listen to the words of a guiding light, one whose leadership, vision, and dedication inspire not only the entire presentation family, but the globe as a whole. With deep respect, I invite our Reverend Superior General Mother Jessa Maria to kindly come forward to deliver the Jubilee message. Superior General Mother Jessa Maria. Most respectfully, I invite onto stage Sister B.G. Joseph, our provincial, to kindly come forward to do the honors to the Superior General Mother Jessa Maria. Thank you, sister. Now we affectionately invite Mother Jessa Maria, Superior General, to share her message with us. Respected guests, His Excellency Archbishop Reverend Dr. Varghese Chakalakal, Archbishop of Calicut, Mr. Vinod IAS, District Collector Malappuram, Sister Jasmi Thomas, Principal, Mr. Vishwanath IPS, District Police Chief, Mr. Najib MLA, Perindalmanna Consistency, Father Sebastian, the Parish Priest of Lourdes Mother Church, Sister B.G. Joseph, Provincial Superior, and respected guests. With a heart filled with joy and gratitude, I stand before you today to celebrate this day of golden colors. 50 radiant years of God's unfailing love and grace poured upon Presentation Higher Secondary School, Perindalmanna. This day holds special meaning for me, not only as the Superior General of Presentation Sisters, but also as someone who once walked these corridors as a teacher, sharing in the laughter and challenges and the dreams that have made this school a living, loving community. Returning here truly feels like coming home. Great educational reformer John Dewey affirmed, "Education is not preparation for life, but education is life itself." A reminder that true education extends beyond formal instruction and becomes an ongoing journey of growth, reflection, and contribution. Education is a deliberate and empowering process through which individuals cultivate knowledge, values, and critical awareness, enabling them to participate meaningfully in society and shape their own futures. At its best,
Education nurtures curiosity, strengthens character, and encourages a lifelong commitment to fostering good citizens who are both thoughtful and responsible. It is truly an honor to join you today on this momentous occasion as we celebrate the Golden Jubilee of Presentation Higher Secondary School. Completing 50 years is not merely a milestone. It is a testament to dedication, perseverance, and a legacy of excellence. For 5 decades, the school has stood as a beacon of learning, character building, and holistic development. Today, as we look around, we see not just a school campus, but a place that has nurtured countless dreams and shaped the future of thousands of students. This institution has grown from strength to strength, guided by visionary leaders, committed educators, and a supportive community. Each one of you here is a part of this remarkable journey. To the teachers, past and present, I extend my deepest respect. You are the architect of this school reputation. Your patience, wisdom, and unwavering commitment have transformed young minds and helped them to discover their potential. To the students, I want to say this. You are the proud inheritors of a rich legacy. As you walk these halls, remember that many before you have stood where you stand today, carrying with them knowledge, values, and memories that shape their lives. Use every opportunity you find here. Learn with curiosity, lead with courage, and uphold the values this institution has instilled to you. As we celebrate 50 years, let this also be a moment to look ahead, to envision the next chapter. The world around you is changing rapidly, and the future belongs to those who innovate, adapt, and persevere. I am confident that this school, with its strong foundation and progressive outlook, will continue to produce responsible citizens and exceptional leaders. We express heartfelt gratitude to our dedicated teachers and staff, past and present, who have made education not merely a profession but a ministry of love to our parents and benefactors, for their steadfast trust and support, and above all to our students, alumni, the living legacy of this institution. You are the pride and promise of our mission. As we celebrate these golden years, may we also renew our commitment to our presentation charism to be good citizens in a world that so often walks in shadows. Let's continue to educate for transformation with hearts large enough to embrace the marginalized, the poor, and the forgotten, just as our founders did. My dear sisters, teachers, friends, this Jubilee is not only a time to look back with gratitude, but also to look ahead with faith and courage. The coming 50 years will surely bring new challenges, but also new opportunities to make a difference. May we continue to be a community that educates with excellence, inspires with compassion,
and leads with light of Christ. May this light, once kindled, continue to shine brightly in every student who passes through these portals. May this school forever remain a home where faith, knowledge, and love flourish together. I congratulate the entire school community on behalf of entire Preservation family, Preservation congregation. May this institution continue to flourish and inspire generations to come. Thank you, and my heartfelt wishes to all of you. And now, a melodious treat for your ears. 50 of our talented students are all set to sing their hearts out with Jubilee song, specially composed for this momentous occasion. Let's give it up for the creative genius behind our Jubilee song. The lyrics were beautifully penned by our very own administrator, Sister Thangamma, and the melody was masterfully composed by our esteemed alumnus and cine artist, Dr. Girish Jnanadas. Their combined talent has given us a song to remember. Kudos to our talented duos. Please welcome our 50 talented singers on the stage and let us celebrate the spirit of our school. Jubilee, aha, Jubilee, Jubilee, golden Jubilee, Jubilee, aha, Jubilee, Jubilee, golden Jubilee, aha, presentation Jubilee, aha, presentation Jubilee, aha, presentation Jubilee, aha, presentation Jubilee. Jubilee, aha, Jubilee, Jubilee, golden Jubilee. Divinity loved us instantly, He blessed us constantly. So we forwarded bravely through the path He paved, through the path He paved. Divinity loved us instantly, He blessed us constantly. So we forwarded bravely through the path He paved, through the path He paved. Jubilee, aha, Jubilee, Jubilee, golden Jubilee. Climb the ladder of success, because He held it tight and firm, has been guided till today, yeah. Now come, jubilation is on. Now come, jubilation is on. Jubilee, aha, Jubilee, Jubilee, golden Jubilee. Beloved words of alma mater, who all jumped the queue. Let every good come to you, wherever you are we pray. Wherever you are we pray. Beloved words of alma mater, who all jump the queue. Let every good come to you, wherever you are we pray.
is our manifesto. Presentation is our manifesto. Jubilee, aha, Jubilee, Jubilee, golden Jubilee, aha, presentation, Jubilee, aha, presentation, Jubilee, aha, presentation, Jubilee, aha, presentation, Jubilee. Counting graces day by day, it's time to merge all those 50 years of enduring love, and we dare to say, grazie, grazie, grazie. Now is the moment we all have been waiting for, the release of our cherished souvenir. I am honored to invite our esteemed chief guest, Sri V.R. Vinod, our district collector, to do the honors of releasing this cherished keepsake. I would also like to request our principal, Sister Jasmine Thomas, souvenir in charge, Sister Christina John, and chief editor, Mr. Hariharan sir, to kindly join on stage to receive the first copy of this memorable edition. This an achievement is going to be released now. Yes, the golden legacy, honoring the glorious past, celebrating the golden present, and envisaging the promising future is now revealed. Congratulations, the souvenir is now live. Thank you, sir. Thank you, sisters. We are indeed blessed to have in our midst Reverend Father Sebastian Karugaparambil, the parish priest of Lourdes Mother Church, Perinthalmanna, a true shepherd who guides us with wisdom and prayer. With utmost respect and gratitude, I invite Reverend Father Sebastian to the stage. May I also invite our respected principal, Sister Jasmine Thomas, to kindly come forward and honor Father with a shawl and memento. Thank you, Sister, for doing the honors. I humbly invite you, Father, to share a few words and bless us with your message. His Grace Archbishop Reverend Dr. Varghese Chekkalekal, Archbishop of Kozhikode Metropolitan, Honorable District Collector Mr. Vinod IAS, Reverend Mother Gisa Maria, Superior General of Presentation Sisters, Sister Princey, Headmistress, Sister Jasmine Thomas, Principal, Reverend Sister B.G. Joseph, Provincial Superior, Mr. Meher Ali, Additional District Magistrate, മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയ അധ്യാപകരെ, പ്രിയ സിസ്റ്റേഴ്സ്, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പ്രിയമുള്ള നാട്ടുകാരെ, ഏറെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് നമുക്കെല്ലാവർക്കും ഇന്ന്. പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 50 വർഷം പൂർത്തിയാക്കുന്ന സുദിനം
50 വർഷത്തിൻ്റെ മികവ് നമ്മൾ കാണുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സ്വഭാവ രൂപീകരണത്തിലും കലാകായിക രംഗത്തിലുമൊക്കെ വലിയ മികവ് ഈ സ്കൂള് പുലർത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളായിട്ട് ഈ ഒരു സ്കൂള് ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാരണക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രസൻറ്റേഷൻ സിസ്റ്റേഴ്സും അവരോടൊപ്പം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ സ്കൂളിനെ പടുത്തുയർത്തുവാനായിട്ട് സഹായിച്ച അധ്യാപകരും മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാമാണ്. അവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. അവരുടെ പ്രയത്നങ്ങൾ വലിയൊരു പരിധിവരെ ഫലം കണ്ടിട്ടുണ്ട്. ദൈവം അവരെ ഇനിയും കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഒത്തിരി ഉയരങ്ങളിലേക്ക് ഈ സ്കൂൾ ഉയരട്ടെ. 50 വർഷം മുമ്പ് ഈ ഒരു പ്രദേശം നമുക്കറിയാം വളരെ പിന്നോക്കമായിരുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ലയൊക്കെ വളരെ പിന്നിലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ചുവടുവയ്പ്പായിരുന്ന പ്രസൻറ്റേഷൻ സിസ്റ്റേഴ്സ് ഇവിടെ ഈ സ്കൂൾ തുടങ്ങിക്കൊണ്ട് വച്ചത്. അത് ഇന്ന് വലിയൊരു വൃക്ഷമായി വളർന്നിരിക്കുന്നു. അവർ നട്ട ആ ചെറിയ തൈ ഇന്ന് വലിയ വൃക്ഷമായി വളർന്നിരിക്കുന്നു. വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ഒത്തിരിയധികം മഹത് വ്യക്തികളെ വാർത്തെടുക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ഇനിയും അക്ഷീണവർ പ്രവർത്തിക്കുവാനുള്ള എല്ലാ ദൈവിക വരങ്ങളും അവർക്ക് എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ അധ്യാപകർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും ഈ സിസ്റ്റേഴ്സിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ ഉന്നതിക്കായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. പ്രിയ കുട്ടികളെ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ കുറച്ച് അറിവ് സമ്പാദിക്കുന്നത് മാത്രമല്ല, മാനുഷ്യമൂല്യങ്ങളിൽ വളരുന്നതിലാണ്. സ്നേഹവും സാഹോദര്യവും സമത്വവും അതുപോലെ തന്നെ കരുണയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനുമൊക്കെ പ്രിയപ്പെട്ടവരായി മാറുന്നത്. അങ്ങനെ സമൂഹത്തിനും കുടുംബത്തിനും രാഷ്ട്രത്തിനുമൊക്കെ പ്രിയപ്പെട്ടവരായിട്ട് മാറുവാനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. നിങ്ങൾക്കൊരു പക്ഷേ വലിയ വിജയം കൈവരിച്ചെന്ന് വരാം. എന്നാൽ നിങ്ങളെക്കാൾ പിന്നിൽ നിൽക്കുന്നവരെ അവരെ പുച്ഛിക്കാതെ അല്ലെങ്കിൽ അവരെ തഴയാതെ അവരെയും സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് പിടിച്ചുയർത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ നിങ്ങളുടെ മാനവികതയെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു സമഭാവനയുടെ സമൂഹം കെട്ടിപ്പടുക്കുവാനായിട്ട് എല്ലാവരോടും കരുണയുള്ളവരായിട്ട് തീരുവാനായിട്ട് നിങ്ങൾക്കും കഴിയട്ടെ. നിങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു ഭാവി, കുട്ടികളായി നിങ്ങൾക്കെല്ലാം നല്ലൊരു ഭാവി നേരുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ ഗോൾഡൻ ജൂബിലിയുടെ സർവ്വവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. Thank you, Father, for your continued prayers and guidance. If your actions inspire others to dream more, learn more, do more, and become more, you are a leader. It's my distinct honor and pleasure to welcome onto stage such a great leader, Reverend Provincial Superior Sister B.G. Joseph. To honor Sister B.G. Joseph of distinction, I deferentially call upon stage our manager, Sister Shalini Matthew. Sister, Provincial Superior Sister B.G. Joseph, to felicitate us. Esteemed guest, His Grace Archbishop Varghese Chakalakal, Honorable District Collector Mr. Vinod, our beloved Superior General Mother Jisa Maria,
Honorable MLA, Parish Priest Reverend Father Sebastian Karugaparambil, honorable dignitaries, respected fathers, dear sisters, beloved teachers, students, parents, alumni, and friends of our presentation family. It's with profound joy and gratitude that I stand before you today as we celebrate the Golden Jubilee of Presentation Higher Secondary School, a magnificent milestone in the history of this school and the mission of our Presentation congregation. This Golden Jubilee celebration is truly a fitting moment to lift our hearts in gratitude to God and proclaim, "Thank you, Lord, for all the wonderful things you have accomplished in this institution." 50 years ago, when our pioneering sisters stepped onto this soil with a simple dream and unwavering faith, they envisioned a school that would ignite minds, form character, and open new horizons for the children of this region. Today, as we look back, we rejoice at the seeds sown with sacrifice, courage, and deep trust in the divine providence. Generations of Presentation sisters, committed teachers, and supportive parents have built this school brick by brick and value by value. Thousands of young lives have walked through these corridors, discovering their gifts, shaping their character, and preparing themselves to contribute to society. Education for Presentation sisters has always been more than academic excellence. It's a formation of the whole person, heart, mind, and spirit. In this rapidly changing world, the education we provide empower our students to think critically, act responsibly, and respond compassionately to the needs around us. We provide quality education, hands-on activities, and value-based character formation to our children so that they excel both in academics and in their lives. We have already glanced at the report presented by Sister Jesme Thomas, a blend of curricular and co-curricular activities which brought the school to the heights. At this moment of gratitude, we lovingly remember our venerable foundresses, Francesca Butti and Maria Rossi, two courageous women who, filled with faith and guided by the Holy Spirit, aimed at an education that uplifts, liberates, and transforms. I extend my heartfelt appreciation to our dedicated sisters, teachers, whose silent and tireless labor has shaped this institution from its humble beginnings to its proud present. To our parents, thank you for entrusting us your children. And to our students, you are the pride of this institution and the living message of this Jubilee. And to all our supporting staff and well-wishers, your encouragement has strengthened our mission. I take this opportunity to gratefully acknowledge the gracious presence of Archbishop Most Reverend Dr. Varghese Chakalakal with us today. I also thank all our dignitaries, esteemed guests. Your august presence has added great honor and joy to these celebrations. As we celebrate these 50 golden years, we also look ahead with renewed hope. Let this Jubilee be an invitation for us to recommit ourselves to forming young people who will build a just, peaceful, and humane society. May Presentation Higher Secondary School continue to be a light that leads, a home that nurtures, and a place where every young person discover the fullness of life. With gratitude to God and to each of you, I wish the entire school community a joyful, grace-filled Golden Jubilee. Thank you. May God bless you all. Thank you for your wishes, sister. A pillar of administration, upholding the law with diligence and compassion. As we gather on this special day, we are honored to have with us a very distinguished guest, Assistant District Magistrate Sri Meher Ali Sir,
an inspiration of administrative excellence, empathy, and inspiration. Sir, we humbly request you to grace the stage. To bestow upon you the honor you deserve, I call upon stage our principal, Sister Jessie Thomas. His Excellency Archbishop Reverend Dr. Varghese Chakkalakal, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ ജില്ലാ കളക്ടർ VR വിനോദ് IAS സർ, ഇവിടെ ഈ ചടങ്ങിൽ സന്ദേശം അവതരിപ്പിച്ച ക്രിസ്റ്റീന സിസ്റ്റർ, ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ച ജസ്മി തോമസ് സിസ്റ്റർ പ്രിൻസിപ്പൽ, ഇവിടെ സന്ദേശം വായിച്ച റവ മദർ ജിസ മരിയ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ഹിസ് എക്സലൻസി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കാത്തിരിക്കുന്നത് കുട്ടികളുടെ കലാപരിപാടികൾ കാണുവാനാണ്. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ആദ്യമായി ഈ ഒരു ചടങ്ങ്, ഇത്തരത്തിലുള്ളൊരു പരിപാടി ഈ ഒരു സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരുന്നത് 29 നാളെയായിരുന്നു. അത് നാളെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിയുമായിരുന്നില്ല. അതിൻ്റെ കാരണം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാനത്തെ വർക്കിംഗ് ഡേ ആണ് നാളെ. അപ്പോൾ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആ ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് മലപ്പുറത്ത് നിന്ന് ഇവിടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു നാളത്തെ ദിവസം നിശ്ചയിച്ചത് സത്യം പറഞ്ഞാൽ എൻ്റെ വിരമിക്കൽ തീയതി സ്കൂൾ അധികൃതർക്ക് അറിയാത്ത ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവർ ക്ഷണിച്ചപ്പോൾ എനിക്ക് എൻ്റെ അസൗകര്യം പറഞ്ഞപ്പോൾ അവർ അതിന് വളരെയധികം വിഷമമുണ്ടാവുകയും പിന്നീട് ഒരിക്കൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് എന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തോ ദൈവ നിശ്ചയത്തിൻ്റെ ഭാഗമായി നമ്മുടെ വിശിഷ്ടാതിഥിക്ക് നാളെ ഒരു അസൗകര്യമുള്ളതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഈ പരിപാടി നടത്തിയത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു ഫംഗ്ഷനായി ഇത് മാറിയത്. അതിന് ആദ്യമായി ഞാൻ ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ഒരു മഹത്തായ സ്ഥാപനം കഴിഞ്ഞ 50 വർഷമായി പെരിന്തൽമണ്ണയിലെയും പരിസര പ്രദേശത്തെയും ജനങ്ങൾക്ക് അറിവിൻ്റെ വിജ്ഞാനം പകർന്നു നൽകുന്ന ഒരു മഹാപ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ്. ഇനിയും എത്രയോ വർഷങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഇവിടെ പഠിച്ചിറങ്ങിയ ഒട്ടേറെ ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ തസ്തികകളിൽ, വിവിധ പ്രദേശങ്ങളിൽ ജോലി ചെയ്തു വരുന്നു. ഈ ഒരു അറിവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1975 നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുന്നതിന് വേണ്ടി എടുത്ത തീരുമാനം തീർച്ചയായിട്ടും അഭിനന്ദനാർഹം തന്നെയാണ്. ഞാനത് പറയാൻ കാരണം, ഞാനൊക്കെ പഠിച്ച ആ സമയത്ത് ഇവിടെ മലയാളം മീഡിയം സ്കൂളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഒരു ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഷയായാലും ആ ഭാഷയിൽ അറിവ് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ആയാലും ഇംഗ്ലീഷായാലും തെലുങ്കായാലും കന്നഡയായാലും ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ജർമ്മൻ ഭാഷ പഠിക്കേണ്ടതുണ്ട്, സ്പാനിഷ് ഭാഷ, അതേപോലെ ചൈനീസ് ഭാഷ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഭാഷകൾ പഠിക്കുവാനുള്ള ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാനുള്ള കഴിവ് നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെയും സഹായം കൂടാതെ തന്നെ ഒരു വ്യക്തിയോട് നല്ല രീതിയിൽ ഇടപഴകുവാൻ കഴിയുന്ന ഒരു വലിയ ഒരു നേട്ടമാണ് കൈവരിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇംഗ്ലീഷ് മുഖ്യ ഭാഷയായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് ഏത് ഭാഷയായാലും ഇംഗ്ലീഷായാലും എല്ലാ തരത്തിലുള്ള ഭാഷകളും ഒരു വ്യക്തി ആർജിച്ചെടുത്താൽ തീർച്ചയായിട്ടും അത് അവൻ്റെ മുന്നോട്ടുള്ള പ്രയത്നത്തിന് വലിയ ഊർജമാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അത്തരത്തിലുള്ള ഭാഷകൾ പഠിക്കുമ്പോൾ തന്നെ ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ മറക്കാൻ പാടില്ലാത്തത്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതൃഭാഷ. അത് മറന്നുകൊണ്ടാവരുത് മറ്റുള്ള ഭാഷകൾ പഠിക്കുവാനും മുന്നോട്ട് പോവാനും എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഈ എല്ലാവരോടും പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു 50 വർഷത്തെ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇവിടെ പഠിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ 2016 മുതൽ ആഴ്ചയിൽ 6 ദിവസവും ഇവിടെ രാവിലെ എത്തിച്ചേരുന്നൊരു വ്യക്തി എന്നുള്ള നിലക്ക് അതെങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളത് ഇവിടുത്തെ സ്കൂൾ അധികൃതർക്ക് അറിയാം, കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒട്ടേറെ വെല്ലുവിളികളും ഒട്ടേറെ സമ്മർദ്ദങ്ങളും ജോലിയുടെ ഭാഗമായി എനിക്കുണ്ടാവും. പക്ഷേ എൻ്റെ ജോലി മറ്റുള്ളവരാണ് വിലയിരുത്തേണ്ടത് എങ്കിലും എനിക്ക് പറയാൻ കഴിയും, കൃത്യമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എനിക്ക് സഹായകമായിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെയുള്ള എൻ്റെ ഇവിടെ വന്ന് ഇവിടെ കളിച്ചു പോകുന്ന ആ ഒരു ഊർജമാണ്. തീർച്ചയായിട്ടും ആ ഒരു അവസരം എനിക്ക് ഇവിടെ ലഭ്യമാക്കി തന്ന സ്കൂൾ അധികൃതരോടുള്ള നന്ദി ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു 50 വർഷത്തെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിന് എല്ലാവിധ നന്ദിയും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir, for your kind words. Today, we are honored to have Mr. Vijay Anand, a proud alumnus of Presentation Higher Secondary School. Now, the Trade Commission of India to SADC is global leadership inspires us all. A true presentation star, he proves that strong roots leads to great heights. We are delighted to invite you on stage. To honor Mr. Vijay Anand, let me invite our headmistress, Sister Princy Jose. His Excellency Archbishop Reverend Dr. Varghese Chakalakal, our District Collector Mr. Vinod Sir IAS, all Reverend Sisters, Fathers, all invited guests, dignitaries, all protocols observed. I would like to express my gratitude for inviting me to the stage. 1983 മുതൽ 1995 വരെയുള്ള 12 വർഷം ഈ സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു പെരിന്തൽമണ്ണ നിവാസിയാണ് ഞാൻ. അതിലെനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എന്നെ സിസ്റ്റർ ഈ ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ഈ ഒരു പരിപാടി 50ാമത്തെ, അതായത് 50 years ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ, അതൊരു വലിയ മൈൽ സ്റ്റോൺ ആണ്. യെസ്, I am also part of this golden legacy. I am very happy about it, proud about it, humbled
ആൻഡ് ഓണേർഡ്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് എൻ്റെ സിസ്റ്റർ ബീന തോമസ്, സിസ്റ്റർ ആലീസ്, തെരസീന. സിസ്റ്റർ ബീന തോമസ് എപ്പോൾ എന്ത് ഫംഗ്ഷന് ഞാൻ എവിടെ പോയി എന്ത് ഫോട്ടോ ഇടാലും അപ്പം എനിക്ക് രാവിലെ അതിന് സന്തോഷം അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് സിസ്റ്ററുടെ ആയിരിക്കും ആദ്യം ഞാൻ കാണുക. ഇന്നും 95 ശേഷം ഇപ്പോഴും 30 വർഷങ്ങൾക്ക് ശേഷവും സിസ്റ്റർ മെസ്സേജ് കണ്ട് രാവിലെ ഒരു ദിവസം തുടങ്ങാൻ കിട്ടുന്ന സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. പിന്നെ സിസ്റ്റർ എന്നോട് പറഞ്ഞത് ഈ ഒരു സ്കൂളിൽ പഠിച്ച് ഇവിടുന്ന് പുറത്തിറങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ആവാം എന്ന് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് എന്നെ വിളിച്ചതെന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയുന്നത് കൂടുതൽ കൂടുതൽ സ്വപ്നം കാണുക, നടക്കില്ല എന്ന് ഉറപ്പുള്ള സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും കാണുക. എനിക്ക് അന്നത് അറിയില്ലായിരുന്നു. ഇന്ന് ഞാൻ പറയുന്നു, അങ്ങനെ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എങ്ങനെയെങ്കിലും സംഭവിച്ച് അത് നിങ്ങളുടെ മുന്നിലൊരു യാഥാർത്ഥ്യമായി വരും. അതാണ് എൻ്റെ അനുഭവം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെയധികം സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ വളരെ പേഷ്യൻസോടുകൂടി പ്രതികരിച്ച ലില്ലി മിസ്സിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സിസ്റ്റർ ജസ്മി, ഞാനിപ്പോൾ മെസ്സേജ് അയച്ചാലും തിരക്കുകൾക്കിടയിൽ റെസ്പോണ്ട് ചെയ്യുന്ന സിസ്റ്റർ ജസ്മി, പിന്നെ നിഷ മിസ്, സുമാ മിസ്, അങ്ങനെ എൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് ഇവിടെ പഠിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ജയ് ഹിന്ദ്. Thank you, sir. Lead with honesty, serve with humility. The person who lives up to this maxim is none other than our ward councillor, Mr. Santosh Kumar P.S. As a dedicated public servant, sir, your commitment to community welfare inspires us all. I extend a warm welcome to Mr. Santosh Kumar P.S. on the stage. To honor sir, I invite Sister Christina, pre-primary headmistress, on the stage. അഭിവന്ദ്യ പിതാവ് റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ VR വിനോദ് IAS അവർകൾ, സിസ്റ്റർ ജിസ മെരിയ, സിസ്റ്റർ ജസ്മി തോമസ്, സിസ്റ്റർ പ്രിൻസി ജോസ്, സിസ്റ്റർ ക്രിസ്റ്റീന, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, അധ്യാപക സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കൾ, സുഹൃത്തുക്കളെ, പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ ഭൂമികയിൽ കഴിഞ്ഞ 50 സൗവർണ വർഷങ്ങളായി പ്രകാശ ഗോപുരം തീർത്തുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ മനോഹരമായ മഹത്തായ അഭിമാന ദിവസത്തിൽ ഞാനിവിടെ ഏറ്റവും അഭിമാനത്തോടും അത്യധികം സന്തോഷത്തോടും കൂടിയാണ് നിൽക്കുന്നത്. പിന്നിട്ട 50 വർഷങ്ങളിൽ പ്രസൻറ്റേഷൻ്റെ ചൈത്രയാത്രയിൽ 15 വർഷക്കാലം ഈ സ്ഥാപനത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഓർക്കുന്നത്. തീർച്ചയായും അറിവിനും വിജ്ഞാനത്തിനും അപ്പുറത്ത് സാംസ്കാരികതയുടെയും സാമൂഹികതയുടെയും വലിയ ലക്ഷ്യങ്ങളും കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ടാണ് പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ 50ാം വർഷം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് ഏറ്റവും മഹത്തായ, ഏറ്റവും വിജയങ്ങൾ നേടിയെടുത്തിട്ടുള്ള, ഏറ്റവും ഉയരങ്ങളിലെത്തി നിൽക്കുന്ന മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന് 1ാം സ്ഥാനം എന്നും നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. വരും കാലങ്ങളിൽ പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമല്ല,
എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏറ്റെടുക്കാൻ പോകുന്ന അതല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് അനിശ്ചിതത്വത്തിനെതിരെയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹവും നമ്മുടെ പ്രകൃതിയും നമ്മുടെ ആകാശവും ഭൂമിയും ജലവുമെല്ലാം നമ്മളും നമ്മുടെ ആരോഗ്യവുമെല്ലാം ഏറെ അനിശ്ചിതത്വം നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ അനിശ്ചിതത്വത്തിനെതിരെ പോരാടുക എന്നുള്ളത്, പോരാടാൻ പുതിയ തലമുറയെ പ്രാപ്തമാക്കാൻ കഴിയുക എന്നുള്ളത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ്. ആ വെല്ലുവിളി ഏറ്റവും മനോഹരമായി പൂർത്തീകരിക്കാൻ പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിനും മാനേജ്മെൻറ്റിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം എന്നോടൊപ്പം ജോലി ചെയ്ത അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും, പ്രത്യേകിച്ച് സിസ്റ്റർ തെരസീന ജോർജ്, സിസ്റ്റർ ബീന തോമസ്, സിസ്റ്റർ ജോളി, സിസ്റ്റർ പ്രിൻസി, സിസ്റ്റർ ജെസ്മി, സിസ്റ്റർ ജയ്ഷ, ഇവരെല്ലാവരും തന്നെ എല്ലാവരുടെയും കീഴിൽ അധ്യാപകനാവാൻ കഴിഞ്ഞു എന്നതും വളരെ അഭിമാനത്തോടു കൂടി കാണുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ സ്നേഹവും നന്മയും പ്രദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. A school stands tall not only because of its teachers and students, but also because of the strong support and cooperation of its parents. PTA is a powerful bridge that connects home and school, helping both work together for the betterment of every child. It gives me immense pride and joy to invite Mrs. Amrita Santosh, our respected PTA President, with a big round of applause to the stage for the felicitation. Most respectfully, I invite our principal, Sister Jesmi Thomas, onto the stage to honor our PTA President with a shawl and memento. Respected dignitaries, esteemed invitees, dedicated teachers, sisters, PTA executives, fellow parents, celebrated alumni, cherished well-wishers, and beloved students. It is a moment of immense pride and joy to stand before you as President of Parent Teacher Association of this prestigious institution. 50 years of dedicated service in the field of education is a remarkable milestone. One built on the vision of our founders, the tireless efforts of our teachers, and the unwavering support of parents and the community. On behalf of Parent Teacher Association, I extend my heartfelt felicitation to the management, faculty, and students of Presentation Higher Secondary School. Our school has not only imparted knowledge, but has shaped character, value, discipline, and leadership in generations of students who today shine in various walks of life. May this 50-year legacy continue to inspire excellence, compassion, and service of many more decades. Wishing the school continued success and God's abundant blessings. Thank you. Thank you, ma'am. പ്രിയപ്പെട്ട സിസ്റ്റർമാർക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഈ ഒരു സുവർണ അവസരത്തിൽ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ആയിട്ടുള്ള 50 വർഷം തികയുന്ന സമയത്ത് ഇവിടെ അലുമിനയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്ന് നിൽക്കാനായിട്ടൊരു അവസരം തന്ന പ്രിയപ്പെട്ട സിസ്റ്റർ ജസ്മിക്കും സിസ്റ്റർ പ്രിൻസിക്കും അതം അഴിഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഏതൊരു വ്യക്തിക്കും അവരുടെ കലാലയ ജീവിതത്തിലെ സെക്കൻഡ് ഹോം എന്ന് തന്നെ പറയാം. നമ്മൾ വീട് കഴിഞ്ഞാൽ ഏറ്റവും അധികം സമയം കൂടുതൽ ചെലവഴിക്കുന്നത് സ്കൂളിലാണ്, കലാലയത്തിലാണ്, ക്യാമ്പസിലാണ്, നമ്മുടെ ഗ്രൗണ്ടിലാണ്. ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ, നമ്മൾ അറിയുന്ന പോലെ തന്നെ
എത്രയോ പേഴ്സണാലിറ്റികളെ മോൾഡ് ചെയ്യാനും മൂല്യമുള്ള വിദ്യാർത്ഥികൾ ഭാവി തലമുറയിലെ സിറ്റിസൺസ് ആക്കുവാനും ഒക്കെ അധ്യാപകർക്ക് വളരെയധികം റോളുണ്ട് എന്നുള്ളതിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ 1991 ബാച്ചിൽ ഇവിടുന്ന് പാസ് ഔട്ടായ വ്യക്തിയാണ്. പെരിന്തൽമണ്ണയിൽ തന്നെ ജീവിക്കാനും ഒരുവിധം എല്ലാ ദിവസവും പ്രസൻറ്റേഷൻ്റെ മുന്നിലൂടെ പോകാനും വരുവാനും ജോലിക്ക് പോകാനും ത്രൂ ഔട്ട് നമ്മൾ പോകുമ്പോൾ ഒരു ഹാർട്ട് ഓഫ് ദ ടൗണിലായതുകൊണ്ട് എപ്പോഴും സ്കൂൾ കാണുവാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, എന്നെ സംബന്ധിച്ച് ഇത് ആ ഒരു കാലഘട്ടമായിരുന്നു ഗോൾഡൻ ഇയേഴ്സ്, ഗോൾഡൻ ലൈഫ് ടൈം എന്ന് തന്നെ പറയാം. അത് പലർക്കും പലതാണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അതായത് മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വപ്നങ്ങളെ നമ്മൾക്ക് ചേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് മെജോറിറ്റി ആൾക്കാർക്കും കിട്ടിയിട്ടുള്ളത് ഈ പ്രസൻറ്റേഷൻ്റെ മണ്ണിൽ നിന്ന് തന്നെയാണ്. ഇവിടുത്തെ ടീച്ചർമാരുടെ അധ്യാപകരുടെ കരുതലും സ്നേഹവും ഒന്നും ഒരു കാലത്തും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ആ ഏത് വേദിയിൽ ചെന്ന് നമുക്ക് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ്, ധൈര്യം, എന്തും തുറന്നു പറയാനുള്ള ഒരു ധൈര്യം, അതെല്ലാത്തിനും എന്തുകൊണ്ടും നിസ്സംശയം പറയാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർമാർ ഒരുപാട് പേരുണ്ട്, പണ്ട് പഠിപ്പിച്ചിരുന്നവർ. ഇന്നും അവരുടെ മുന്നിൽ ഇത് പറയാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഭാഗ്യം എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു. പിന്നെ നമ്മൾ ഇപ്രാവശ്യം അലുംനായി മീറ്റ് സംഘടിപ്പിച്ചപ്പോൾ എടുത്ത ഡാറ്റയിൽ നിന്നും ആക്ച്വലി ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ലോകത്തിൻ്റെ ഏത് മൂലയിലും ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഒരു പ്രസൻറ്റേഷനായിട്ട് ഇല്ലാതില്ല. മാത്രമല്ല ഏത് മേഖലയാണെങ്കിലും വലിയ വലിയ ബ്രാൻഡുകളുടെ CEOs ഉണ്ട്, സയൻറ്റിസ്റ്റ് ഉണ്ട്, പൈലറ്റ്സ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഏത് മേഖലയിൽ നോക്കിയാലും പ്രാഗൽഭ്യം തെളിയിച്ച കണ്ടമാനം അലുംനൈസ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കൊല്ലം ഇവിടെ നിന്ന് വാർത്തെടുത്ത മഹത് വ്യക്തിത്വങ്ങൾ ലോകത്ത് എമ്പാടും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റേഷന് അഭിമാനിക്കാൻ വേറെ എന്ത് വേണം? എന്നിട്ട് നമ്മൾക്ക് ഇപ്രാവശ്യം നമ്മൾ കൂടിയ ആ ഒരു സംരംഭത്തിൽ നിന്നും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാനും അതിനുവേണ്ടി വളരെയധികം അലുംനൈസ് അതിനുവേണ്ടി ഫിസിക്കലി ഫിനാൻഷ്യലി എല്ലാം വളരെയധികം ബുദ്ധിമുട്ടി അതിനെ സഹകരിച്ച കണ്ടമാനം അലുംനൈസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ വയനാട് പ്രളയബാധിതരായിട്ടുള്ള ആ കുഞ്ഞുമക്കളെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടി നല്ലൊരു തുക സമാഹരിക്കാനും ഒക്കെ സാധിച്ചു. അതിനർത്ഥം നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട്, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രസൻറ്റേഷൻ ഫാമിലി വിചാരിച്ചാൽ മിറാക്കിൾസ് തന്നെ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി കൂടുതൽ നീട്ടുന്നില്ല, എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന സംഭവത്തിലേക്ക് നമ്മൾക്ക് പോകാം. എല്ലാ ഭാവുകങ്ങളും ഈ ഗോൾഡൻ ജൂബിലി മൈൽ സ്റ്റോണിൻ്റെ സംഭവങ്ങളും അതിൻ്റെ കൂടുതൽ ഇതിലേക്ക് പോകാനും കൂടുതൽ മൈൽ സ്റ്റോൺസ് ഹിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് എല്ലാവരെയും നമ്മുടെ പ്രസൻറ്റേഷൻ ഫാമിലിയെ മൊത്തത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Dr. Fazina, for your kind words. At presentation, we are second to none in appreciating the achievers. We now move on to celebration of the accomplishments. With great respect, I invite our esteemed teacher, Ms. Sina, to join us and announce the name of our talented achievers. Ms. Sina, the stage is yours. Thank you, Bigna. A beautiful good evening to the presentation family. It is well said that legends are not defined by the titles they hold, but by the hearts they transformed. We now step into the most cherished moments of the celebration, honoring the stars who made this journey unforgettable. Let's start with our academic champions, the architect of brilliance. Meet Ms. Arya Prakash and Ms. Fatima Nida KM, the perfect scorekeepers of +2 biomaths, a flawless, that is, they have secured full marks, 520 upon 520 in the +1 board examination. What an achievement! Can we have a good round of applause to those academic champions? To honor them, let me invite our special guest, Mr.
Vijay Anand onto the stage. Sir, please welcome. Welcome to receive the Golden Jubilee Memento from one of our alumni, Mr. Vijay Anand. I want the audience to encourage them with your good claps. Let's encourage them. They are the pride of our school. Next, let me welcome Fatima Nida KM. Sir, please do the honor. Sir, please. Miss Fatima Nida KM. She is receiving her memento from our special guest, Mr. Vijay Anand. Congratulations, my dear students. Next, we are going to honor the pride of presentation. It truly means. So, first, it is Master Yadav Pudumana Krishna Prasad of Standard 7, a rising star of versatility who elevated presentation's pride in academics, Kalolsavam, Shastra Mela in sub-district and district level. Its tenacity inspires us all. Let's welcome Master Yadav Pudumana to receive the Golden Jubilee Memento from our very honorable Mother Superior Jisa Maria. In her absence, let me welcome Sister B.G. Joseph to do the honor. So here we have the pride of presentation, Master Yadav Pudumana Krishna Prasad. A huge round of applause for this young ambassador of our legacy. Next we have Master Amal VK of Standard 7, a master of curiosity and quiz wizard, whose true strength lies in quizzes, conquering science, social science, and Aksharamuttam quiz competitions in the sub-district, district, and taluk levels. District winner in Library Council, reading and quiz competitions, bringing unmatched pride to our prestigious institution. His spirit sets a benchmark. Let's welcome Amal VK for the persistent victory with a Golden Jubilee Memento. Let's give a huge round of applause to the pride of presentation, Master of Curiosity, Master Amal VK. Next, we are going to invite Miss Avantika MS from Standard 10. We proudly invite Miss Avantika MS from Class 10, a truly multi-talented achiever who has excelled in the Ramayana quiz, Aksharamuttam, Science Fair, Gandhi Darshan, and Kalolsavam. Along with her achievements, Avantika also showed remarkable kindness by serving as an examination support mentor to a class 10 student during the last year's SSLC exam. Today we honor her for her brilliance, commitment, and compassionate spirit. Welcome Ms. Avantika onto the stage and receive your Golden Jubilee Memento from our Honorable B.G. Joseph Sister, Provincial Superior.
Next, it is Master Kritik Raj, a paragon of responsibility and compassion, who is always ready to lend a helping hand to everyone in the presentation family. His obedience and teamwork earn admiration from all, a beacon of humility and leadership. Let's honor Master Kritik Raj, the gem of presentation of +2 Computer Science, with a Golden Jubilee memento. Can we have a huge round of applause to our pride of presentation from the audience, please? Next, we have with us Miss Tamanna, epitome of grace and duty, our school prefect and NSS volunteer who leads with compassion, discipline, and a radiant smile. She embraces every task with dedication, respecting teachers and nurturing love for presentation. A true gem of selflessness, never saying no to service. So let's welcome Miss Tamanna to receive the Golden Jubilee memento for embodying the spirit of leadership. A heartfelt applause for this shining star of our institution. Thank you, sister, for the honors. Now, with gratitude, we honor the leaders who built our legacy. We invite the utmost respect. Sister Shobha Joseph, Assistant Superior General, guiding force of wisdom and love, a true inspiration to all. Let me invite our principal. Yes, our Mother Superior is here. So let me invite Superior General Mother Jisa Maria to honor Sister Shobha Joseph with a golden shawl and memento. Welcome, sister, to do the honor. Next, Sister Jisa Maria, kindly wait. The honors are not yet over. Thank you, sister, so much. Next, we have with us Sister Alberta, first nursery headmistress, who planted the seeds of learning with care and nurturing young minds with compassion. So can we have a huge round of applause to Sister Alberta. Look at the enthusiasm of sister. How gracefully she is coming to bless us, to grace this occasion. We should have a thunderous round of applause to Sister Alberta. Sister Jisa Maria, please. We have with us Sister Tessie Thomas, former nursery headmistress and provincial visionary leader who shaped generations, a beacon of hope and guidance. Sister Tessie Thomas will be receiving the memento and Punnada. Superior General Mother Jisa Maria. What a moment of love and compassion on the stage. With lots of love, let me call upon Sister
Tarsina George, our first headmistress and principal, the pioneer who turned a dream into reality, laying the foundation for excellence. So can we have a huge round of applause to our dear, beloved Sister Tarsina George. With lots of love, let me welcome our beloved principal, Sister Jasmine Thomas, a compassionate leader guiding us forward, a shining example of dedication and love. So, on the stage, we have Sister Jasmine Thomas, our principal. Thank you, Sister Gisa Maria. Thank you so much. I would like to call upon our principal, Sister Jasmine Thomas, to do the honor. We are going to honor Sister Beena Thomas, former principal, a torch-bearer of service and love, illuminating the path for others. Sister Beena Thomas. Yes, Sister Beena Thomas, our former principal. Audience, please give them a huge round of applause to show that how much we love them. We are going to honor Sister Jolly George, former headmistress and manager, dedicated leader who guided with compassion and wisdom. Yes. So with a huge round of applause, let us welcome Sister Jolly George, our former headmistress and manager. Lots of love, let us welcome our headmistress, Sister Princey Jose, who lead us with passion, commitment, and inspire everyone. So can we have a huge round of applause, please, for our headmistress, Sister Princey Jose. We are going to honor Sister Shalini Matthew, our manager, a powerful and driving support behind every success. So huge round of applause for Sister Shalini Matthew, our manager. We are honoring Sister Christina George, present nursery headmistress, nurturing young minds with love, care, and a gentle soul with a caring heart. It is our Sister Christina George. Thank you, Sister. We are going to honor Sister Jaisha Joseph, our former headmistress. Yes, it is our Sister Jaisha Joseph, DMPT, former headmistress. She is not present, but she has sent her blessings to grace this Golden Jubilee celebration to every one of us. Sister Metty Vincent, former manager and office administrator.
Sister Metty Vincent, former manager and administrator. She has sent her greetings to all of us. Next, we have Sister Nitya Jose, former HM. Yes, we can hear the claps from every side. Yes, this is our Sister Nitya Jose, DPMT. She has also sent her blessings to grace this occasion. Next, we have Sister Shiny Thomas, former nursery HM. Sister Shiny Thomas, DPMT, former nursery headmistress. She has conveyed her message to enjoy this Golden Jubilee celebration with lots of love to every one of you here. We are going to honor Sister Tangamma, our Jubilee song lyricist and administrator. To honor Sister Tangamma, let me call upon on the stage Sister Biji Joseph. Sister Biji Joseph, welcome. So we have with us Sister Tangamma, long-term service administrator. Not only that, my dear ones, the Jubilee song lyricist, creating heart behind our celebrations, a talented and dedicated sister. Thank you, sister. Now, let me call upon Sister Liji onto the stage. I would like to call upon Sister Omina, long-term service administration, dedicated and committed, always going the extra mile to do the best. So Sister Omina, our long-term service administration, dedicated and committed personality, always going the extra mile to do the best. To honor Sister Omina, we have Sister Liji Joseph on the stage. Countless students, to a true educator with a heart of gold, to honor, let me call Mother Gisa Maria onto the stage. So dear students, where are you? Where are you? Your teacher, Betty Miss, is getting the honor from the Honorable Mother Gisa Maria. I can't hear the claps. Yes, now the crowd is in air. Like to call upon Miss Sadi Ratnam, long-term service, non-teaching staff, faithful and dedicated member of our team, always willing to lend a helping hand. Yes, can we have a huge round of applause to Miss Sadi Ratnam. Let's call Miss Jacinta Thomas, long-term service, non-teaching staff, shining example of dedication and service, a true asset to our school. Miss Jacinta Thomas. We have our supporting staff, Miss Jacinta Thomas, for the long-term service, a true asset to our school. I would like to call upon Provincial Superior, Sister Biji Joseph, to do the honor. Mr. Abhilash Divakar,
a proud alumnus of presentation, for technical support and designing, contributing to the success of our school's journey, a talented and generous individual, Mr. Abhilash Divakar. With due respect, let me call upon Mr. Omar Sharif for selfless service and alumni and contributor to our school's growth and development. So we have on the stage Mr. Omar Sharif. Thank you, sister. Miss Surya T, the first woman pilot from Kerala and our former student, a trailblazer in the skies. Miss Surya has inspired many as the first woman pilot from Kerala. She had sent her messages to you. Now, with due respect, let me call upon our office staff, Mr. Arun. To honor Mr. Arun, I would like to call upon Sister Biji Joseph. Kindly come onto the stage to honor Arun. The dedicated office staff, always available for the school's needs, but always have a gentle smile on his face. Proud of you, Mr. Arun. Next, we have our alumni Anumol, Miss Anumol, film artist, a talented actress who has won hearts with her captivating performances. We can watch a small video of Miss Anumol on the screen. She had sent her greetings to everyone who is here to celebrate the Golden Jubilee celebrations. നമസ്കാരം, ഞാൻ അനുമോളാണ്. പ്രസൻറ്റേഷൻ സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം നടക്കുകയാണ്. ഒരുപാട് സന്തോഷം സിസ്റ്റേഴ്സ് എന്നെ വിളിച്ചതിലും എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും എന്നെ ഇത് അറിയിച്ചതിലുമൊക്കെ. ആദ്യം തന്നെ ഞാൻ കൺഗ്രാജുലേഷൻസ് ആൻഡ് ഇതിൻ്റെ അപ്രീസിയേഷൻസ് അറിയിക്കുകയാണ് എൻ്റെ ടീമിനും സ്കൂളിനും ഓർഗനൈസിങ് കമ്മിറ്റിക്കും എല്ലാവർക്കും. ആരുടെടുത്തും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഗോൾഡൻ ജൂബിലി അത് സ്കൂൾ ഇങ്ങനെ കുറേ വർഷങ്ങൾ ഒരുപാട് തലമുറകൾ, ഒരുപാട് കുട്ടികൾ എന്നെപ്പോലെ സൊസൈറ്റിയിൽ ഇറങ്ങി ജീവിക്കാൻ ഒരുപാട് കുട്ടികൾക്ക് കോൺഫിഡൻസ് ആവുന്ന, ഒരുപാട് കുട്ടികളുടെ ശക്തിയാവുന്ന ഒരു സ്കൂളായി മാറട്ടെ പ്രസൻറ്റേഷനും ഇവിടുത്തെ ആളുകളും. എന്നും ആളുകൾക്ക് മോട്ടിവേഷനായി, എൻകറേജ്മെൻ്റ്-ആയി ഇവിടുത്തെ ടീച്ചേഴ്സും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവർക്കും സ്നേഹാശംസകൾ. നേരിട്ട് വരാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്. എന്നാലും ഞാൻ മെൻ്റലി ഇവിടെയാണ്. ഇവിടെ ലൈവ് ലിങ്ക് ഉണ്ടാവും, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും എല്ലാം. നിറയെ സ്നേഹം എല്ലാവർക്കും. എന്നും കടപ്പാടുണ്ട് സ്കൂളിനോടും ഇവിടെയുള്ള ആളുകളോടും. താങ്ക് യു. Thank you so much. Now I would like to call upon Ms. Tamanna, our school prefect, for the vote of thanks. A warm good evening to one and all present here. It is a profound honor for me as the school captain to stand before you today to propose the words of gratitude on this momentous occasion of our school's Golden Jubilee celebration. Half a century of excellence, half a century of memories, and half a century of shaping futures. A truly historic milestone. Shifting gears, let me focus on the task assigned to me, expressing gratitude. First and foremost, I extend my sincerest gratefulness to our chief guest, Mr. V.R. Vinod IAS, District Collector, for taking time out of his busy schedule to attend our Jubilee celebration and for gracing this occasion with his inspiring words. Thank you, sir. His Excellency, Archbishop Reverend Dr. Varghese Chakalekal, we are deeply honored by your presence. Thank you for gracing this momentous occasion with your involvement and your blessings. Thank you, Your Excellency. We extend our sincere gratitude to our Superior General, Mother Jissa Maria, for her unwavering guidance, support, and leadership. Deep from the core of our heart,
we extend a big thank you. I wish to express my heartfelt gratitude to our respected MLA, Mr. Najib Kantapuram, for your gracious presence and participation in our school's Golden Jubilee celebration. Your inspiring address to the gathering, in which you highlighted the importance, resonated deeply with our students and parents. Presentation community would like to extend our deepest appreciation to Mr. Vishwanath R. IPS, District Police Chief, in his absence for his support. I thank our parish priest of Lud Mada Church, Reverend Father Sebastian Karugaparambil, for celebrating this significant milestone with us. We are deeply thankful to our provincial sister B.G. Joseph, who has played an important role in nurturing this institution and in helping us achieve a legacy of academic success and holistic development for our students. Thank you, sister. On behalf of the entire school community, I extend my heartfelt gratitude to the District Magistrate, Mr. Meher Ali, for gracing our Golden Jubilee celebration for his untiring support. I thank Mr. Vijayanand, Honorable Trade Commission, India-Africa Trade Council, who is also an alumni, for his presence. Thank you, sir. Dear District Educational Officer, Ms. Srija, please accept our sincerest gratitude in your absence for your support. I would like to thank our AEO, Mr. Kunimoidu, for taking the time to celebrate and sharing this significant milestone. I thank our Municipal Chairman, Mr. Shaji, for his ongoing support for our schools and students, for his dedication to education in the community. On behalf of the entire school community, we wish to express our deepest appreciation to Mr. Santosh Kumar PS, our Ward Councillor, for your presence at our Golden Jubilee celebration. Thank you, Ms. Amrita Santosh, our PTA President, for your incredible support. We are grateful for your dedication and commitment to the school community. I also want to extend our deepest appreciation to our alumni representative, Dr. Fasina, who has worked behind the scene tirelessly, and for the continuous support and contribution during the Golden Jubilee year. Now, it's time to thank our beloved principal, Sister Jasmine Thomas, HM, Sister Princey Jose, Manager, Sister Shalini, who have been the wind beneath the wings. This remarkable milestone is a treatment to your tireless efforts and vision for our school. 50 years of education and growth is an incredible achievement, and the celebration is a wonderful event that showcases rich history and bright future of our institution. Thank you, sisters. Thank you very much. On this momentous occasion of half a century, I extend my heartfelt gratitude to the PTA and school management. Your vision and dedication have been instrumental in guiding us through this incredible journey. This milestone would not have been possible without your solid leadership. We are also deeply thankful to our parents for their unwavering support and for believing in our school and its mission. To our esteemed teachers, we celebrate 50 years of your incredible dedication and passion. Thank you for being the guiding light that has helped so many students to find our potential and build a strong foundation for the future. A heartfelt thank you to our non-teaching staff and supporting staff on the Golden Jubilee celebration. Your tireless efforts and dedication behind the scenes are the foundation of our success. We wouldn't have reached this milestone without your hard work and teamwork. And a big thank you to my fellow students for enthusiasm and participation in making this celebration a vibrant and joyous event. Your energy is the lifeblood of our school. With immense honor, I extend my gratitude to all the ex-principals and ex-HMs for implausible contributions and tireless efforts to the school's journey over the years. A heartfelt thank you to all our well-wishers for joining us in celebrating this unbelievable milestone. Thanking the technical assistant team, light and sound team, and most importantly, Mr. Dias, Tenny, Alan and team, and all the people working behind the scenes for sticking with us through all the changes and all the challenges.
Thank you Karunya Ambulance Service and BKCC Heart Hospital for your medical support. Myself Tamanna, school captain, signing out by thanking you one and all with heart full of gratitude as we close this beautiful chapter carrying all your blessings forward. Thank you. Jai Hind.